പുതിയ സർക്കാർ യദുവിനോട് കരുണ കാണിക്കുമോ? ഇടതു സർക്കാർ ഭരിച്ച കാലത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു പേരാണ് യദു. യദുവിനെ ഓർമ്മയില്ലേ? KSRTC ഡ്രൈവർ യദു 2024 ഏപ്രിൽ 27 രാത്രി തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവും അവരുടെ കുടുംബവും ഉൾപ്പെടുന്ന ആ സംഘം ഒരു കാർ KSRTC ബസിന്റെ കുറുകെയിട്ട് നടത്തിയ ആ താണ്ഡവം ലോകമെമ്പാടുമുള്ള മലയാളികൾ മറന്നിരിക്കുവാൻ ഇടയില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്ത ആ മേയർ ആര്യ രാജേന്ദ്രന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് നമുക്കറിയാം. ഒന്നുമല്ലാതായി ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ്. ഇടതു സർക്കാരിന്റെ അടിവേരിറക്കിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവമായിരുന്നു അത്. ഭരണകൂട വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിൽ ഈ യദു വിഷയം വഹിച്ച പങ്ക് ചില്ലറയല്ല. ചുരുക്കം പറഞ്ഞാൽ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ജനകീയ വിഷയമായിരുന്നു ഇത്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നും ഒരു നീറുന്ന വിഷയമാണ് യദു. ആ യദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറുടെ, താൽക്കാലിക ഡ്രൈവറുടെ അന്നം മുട്ടിച്ച ആ ഇടതു സർക്കാരിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനത ആട്ടിപ്പുറത്താക്കി. ഇപ്പോൾ ഇതാ UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ UDF സർക്കാരിൽ വളരെയേറെ പ്രതീക്ഷ വെക്കുകയാണ് യദു. KSRTC ഡ്രൈവർ എന്ന ആ സ്ഥാനം പോയി എങ്കിലും തൻ്റെ കുഞ്ഞിനെ വളർത്തുവാൻ അദ്ദേഹം ഇതിനിടയ്ക്ക് പല പണികൾ ചെയ്തു. സ്വിഗ്ഗി ഡെലിവറി ബോയിയായി, സ്വകാര്യ ബസ്സുകൾ ഓടിക്കാൻ പോയി, 2 വീലർ ടാക്സിക്കാരനായി, അങ്ങനെ പല പണികൾ ചെയ്യുമ്പോഴും അവിടെയെല്ലാം ഇയാളെ ചേസ് ചെയ്ത് വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു തൊഴിലെടുത്ത് ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഇദ്ദേഹം അപേക്ഷ നൽകി, ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി. KSRTC ഡ്രൈവർ ലിസ്റ്റിൽ ഇദ്ദേഹമുണ്ട്. മറ്റാരും ഉപദ്രവിച്ചില്ലെങ്കിൽ ഇദ്ദേഹം ആ ഒരു ഡ്യൂ കോഴ്സ് ഓഫ് ടൈമിൽ വീണ്ടും ഒരു KSRTCയിൽ ഡ്രൈവറായി വരുവാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പക്ഷേ അപ്പോഴും യദുവിൻ്റെ മനസ്സിൽ പേടിയാണ്. അന്തം കമ്പി പോലീസുകാരും ഓട്ടോക്കാരും ഇദ്ദേഹം വെളിയിൽ എവിടെ ഇറങ്ങിയാലും ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ UDF സർക്കാർ തന്നോട് ഒരല്പം കരുണ കാട്ടി തനിക്കൊരു തൊഴിൽ ചെയ്യുവാനുള്ളൊരു അവസരം അവർ ഉണ്ടാക്കി കൊടുക്കുമെന്ന് കരുതുന്നു. യദു വിഷയത്തിൽ ഒരു നല്ലൊരു തീരുമാനമെടുത്ത് യദുവിന് KSRTCയിലേക്ക് തന്നെ തിരികെ വരാനുള്ളൊരു അവസരം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് ഒരു ഡ്രൈവറായി ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് UDF സർക്കാരിന് ഉണ്ടാക്കുന്ന മൈലേജ് ചില്ലറയൊന്നുമല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ യദുവുമായി നടത്തിയ ഒരു സംഭാഷണം പ്രേക്ഷകർ കേട്ടാലും. യദുവിന്റെ ഒരു പ്രതീക്ഷ എന്താണ് ഇപ്പോൾ? അതായത് UDF അധികാരത്തിൽ വന്നു, അന്നേരം യദുവിനോട് അടക്കമുള്ള, അതായത് ആ മേയറുടെ അഹങ്കാരത്തിനുള്ള കനത്ത തിരിച്ചടി, ചരിത്രപരമായ പരാജയം ഇടതുപക്ഷം ഏറ്റുവാങ്ങി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങി. അപ്പൊ ഇനിയും യദുവിന്റെ ഒരു പ്രതീക്ഷ എന്താണ്? UDF സർക്കാരിലുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ജോലിയുടെ കേസിൽ എനിക്കിപ്പോ എംപ്ലോയ്മെന്റിന് നേരത്തെ ഇലക്ഷന് മുമ്പേ കാർഡ് വന്നു KSRTCയുടെ. അപ്പൊ അത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാസ്സായി. അത് എംപ്ലോയ്മെന്റിന്ന് മറ്റേ ജോലിയല്ല, ആദ്യം ചെയ്ത ജോലിയല്ല, അല്ലാതെ KSRTCയുടെ വേറെ വിളിച്ചിട്ടുണ്ട്. എംപാനൽ അല്ല, അത് ബദലി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. ബദലി അത് താൽക്കാലികമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാരില്ലാത്ത സമയത്ത് ബദൽ പകരക്കാരൻ, അതായത് ആവശ്യം വരുമ്പോൾ വിളിക്കുന്ന ഡെയിലി വേജസ് മാതിരി ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ആ ആവശ്യം വരുമ്പോഴല്ല, ഡ്രൈവർമാരില്ലാത്തോണ്ട് നമ്മൾ തന്നെ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഓടുന്ന ആൾക്കാര് എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ എംപ്ലോയ്മെന്റിൽ നിന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതേപോലെ എംപ്ലോയ്മെന്റിൽ നിന്നാണ് ഇപ്പൊ പേപ്പർ വന്നു, അത് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. അതിനിപ്പോ എവിടെയാണ്, ഏത് ഡിപ്പോ ആണെന്നും വിളിക്കുവോ ഇല്ലേ എന്നുള്ളത് അറിഞ്ഞുകൂടാ. കേരള സർക്കാരിന്റെ കീഴിലുള്ളതാണല്ലോ. അപ്പൊ അത് നേരത്തെ വന്നു, മറ്റേ ഇലക്ഷന് മുന്നേ വന്നതാണ്. പിന്നെ ഈ KSRTC തന്നെ വേണോന്ന് എനിക്ക് നിർബന്ധമില്ല. മന്ത്രിയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ സെക്രട്ടറിയിലോ ഏതെങ്കിലും ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. അതായത് മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ ഇപ്പൊ എംപ്ലോയ്മെന്റ് മുഖേന സ്ഥിരമായിട്ടൊരു വരുമാനം, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ കുഞ്ഞിനെ നോക്കണം, കാര്യങ്ങൾ. എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്നോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആവണമെന്നോ MLA ആവണമെന്നോ ആഗ്രഹമൊന്നുമില്ല. നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം, ഇവരെ ഉപദ്രവം കുറയ്ക്കുന്ന ഒരു വരുമാനം. ബസ്സൊക്കെ ആണെങ്കിലേ പിന്നെയും വണ്ടി ഓടിക്കുമ്പോ തട്ടുമുട്ടും ഉണ്ടാകുമ്പോ ഇവര് പിന്നെയും വിഷയം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇത് കിട്ടും, അത് കിട്ടിയിട്ട് കാര്യമില്ല. അതായത് ഉപദ്രവിക്കാതിരുന്നാൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഇപ്പൊ എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
അല്ല ഉപദ്രവിക്കാതെ ഇരുന്നാലെന്ന് വെച്ചാൽ ഇത് സിസ്റ്റം അല്ലേ, ആ സിസ്റ്റത്തിൽ അങ്ങ് കിട്ടും, ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇവരാരും ഉപദ്രവിക്കുകയും വേണ്ട സഹായിക്കുകയും വേണ്ട. സിസ്റ്റം അനുസരിച്ച് സീനിയോറിറ്റി വരുമ്പോ വിളിക്കുമല്ലോ, അപ്പൊ അതങ്ങ് കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഇവര് ചെയ്തു കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ്, സന്തോഷമാണ്, നമ്മുടെ കുടുംബത്തിന് ഒരു താങ്ങും കൂടെയാവും. ഇപ്പൊ പിന്നെയും ജോലി ഇല്ലാത്ത അവസ്ഥയാണ്. പല ആൾക്കാരും പല വീഡിയോസിലും കമന്റിൽ ഇട്ടിട്ടുണ്ട് അവന് ജോലി ചെയ്യാൻ മടി. ഞാൻ ഓരോ ജോലി ചെയ്യുമ്പോഴും ഇവര് തടസ്സപ്പെടുത്തേയില്ലേ. ഇറങ്ങിയ ശേഷം എന്തൊക്കെ ജോലി ചെയ്തു? ഞാൻ അതിനുശേഷം സ്വിഗ്ഗി ഇതേപോലെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി ചെയ്തു. പിന്നെ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നു, അത് തടസ്സപ്പെടുത്തി. ഇവിടെ എല്ലാം ഇവന്മാര് തടസ്സമായിട്ട് വന്നു. ഇവരെല്ലാം തടസ്സമാണ്. അതുമല്ലാതെ ഞാൻ വണ്ടി ഓടുമ്പോഴത്തേക്ക് ഓരോ ബുദ്ധിമുട്ടുകള്, വണ്ടികൾ ഇവന്മാര് ഓട്ടോക്കാരന്മാരാണെങ്കിൽ ഓട്ടോ കൊണ്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ പോലീസുകാരില് ഇവന്മാരെല്ലാം വിഭാഗപ്പെട്ട ആൾക്കാരും കാണും, അവര് അതിനനുസരിച്ച് നമ്മളെ ഉപദ്രവിക്കും. വണ്ടി അവിടെ നിർത്താൻ പാടില്ല, ആളെടുക്കാൻ പാടില്ല, എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഫോട്ടോ എടുത്ത് പെറ്റി വരുന്നു മുതലാളിമാർക്ക്. MVD ഉണ്ട്, MVD വിട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഉപദ്രവമായിരുന്നു. അങ്ങനെ നമ്മളെ ജീവിക്കാൻ വിടാത്ത തരത്തിലുള്ള പിന്തുടർന്ന് വേട്ടയാടലായിരുന്നു ഇത്രയും കാലം. പിന്തുടർന്ന് വേട്ടയാടലുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ആരെയും സഹായം അഭ്യർത്ഥിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ ജോലിക്ക് സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത ജോലി. അങ്ങനെയാണ് സ്വിഗ്ഗിയിൽ വന്നത്. സ്വിഗ്ഗിയിൽ വന്ന് കുറച്ചു കാലം സ്വിഗ്ഗി ചെയ്തുകൊണ്ടിരുന്ന സമയത്തും എന്റെ വണ്ടിയുടെ ഫോട്ടോ ഒരു മീഡിയാസിൽ വന്ന്, അത് പിന്നെ എന്റെ വണ്ടി ഓടാൻ സമ്മതിക്കാതെ ആ 2 വീലറിനെ പോലും ഓടിച്ചിട്ട് പിടിക്കും, പെറ്റി അടിക്കും. ചിലപ്പോ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് പോയാലും നോ പാർക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ട് പെറ്റി വരും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ജോലി ഇല്ല, കുഞ്ഞിന് സ്കൂൾ തുറക്കാൻ സമയം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പ്രാവശ്യം ആവുമ്പോ ഇവര് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തി നമുക്ക് ജോലി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ്. കുഞ്ഞിപ്പോ എത്രാം ക്ലാസ്സിലോട്ടാ പോകുന്നത്? അവൻ ഇപ്പൊ 5ാം ക്ലാസ്സിലേക്ക്. ഇപ്പൊ എവിടാ താമസിക്കുന്നത്? തിരുവനന്തപുരത്ത്? ഞാൻ നേമത്താണ്. എന്റെ സ്ഥലം നേമം, സ്റ്റുഡിയോ റോഡ് അല്ലേ? ഓക്കെ. അന്നേരം അതുപോലെ കേസിന്റെ ഒരു അവസ്ഥ എന്താ? കേസ് ഇവർ അട്ടിമറിച്ചോ? എന്താണ് കേസിന്റെ നിലവിലത്തെ സാഹചര്യം? അട്ടിമറിച്ചോ ഇല്ലേ എന്നൊന്നും എനിക്ക് ഇപ്പൊ അറിയാൻ പാടില്ല. ഞാൻ അന്ന് നമ്മുടെ ഈ സ്വകാര്യ ഹർജി കൊടുത്തില്ലേ, അതിൽ ഈ 2 പ്രതികളെ മാത്രം അഡ്വക്കേറ്റ് ഹാജരായിട്ടേ ഉള്ളൂ. ബാക്കി പ്രതികളെ അഡ്വക്കേറ്റ് ഹാജരായിട്ടും ഇല്ല. അവർക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ സാറിന്റെ അടുത്ത് അഡ്വക്കേറ്റിനെ അറിയാവൂ. അപ്പം ആര്യയും കണ്ടക്ടറിന്റെയും വക്കീലാണ് വന്നിട്ടുള്ളത്. മേയർ ആര്യ, പഴയ മേയർ ആര്യയില്ലേ, 2 ആര്യയുണ്ട്. പഴയ മേയർ ആര്യയും ഒന്ന് സഹോദരന്റെ വൈഫ് ആര്യ. അപ്പൊ 6 പ്രതികളെ വെച്ച് ഞാൻ സ്വകാര്യ ഹർജി കൊടുത്തിട്ടുണ്ടല്ലോ. ഇവര് ക്ലീൻ ചീറ്റ് കൊടുത്തില്ലേ, 1ാം പ്രതി 2ാം പ്രതിയും അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പിന്നെയും പ്രതി ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കേസാക്കിയല്ലോ. അപ്പൊ അതിൽ 6 പ്രതികളുണ്ട്. ആ കേസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവില്. കേസ് ബാക്കിയുള്ള ഡീറ്റെയിൽ വക്കീലിനെ അറിയാവൂ. ഇപ്പൊ എന്താണ് സിറ്റുവേഷൻസ് എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇലക്ഷൻ ആയി, അതിന്റെ ബാക്കിൽ നിന്നായതുകൊണ്ട് പിന്നെ ആരും ഈ കേസിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ എന്തായാലും മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നിവേദനമോ വല്ല ജോലി രഹസ്യനോ വല്ലോ സഹായിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കണം. അതുമല്ലാതെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഈ കേസിന്റെ മെമ്മറി കാർഡ് കാണാനില്ലാത്ത പുനരന്വേഷിക്കുക, KSRTC വണ്ടി തടഞ്ഞിട്ട് കേസെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കണം. എന്നുവെച്ചാൽ KSRTC സാധാരണ ഒരാൾ വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും എന്ന് KSRTC തന്നെ സ്വമേധയെ കേസെടുക്കുന്നതല്ലേ. എന്നിട്ട് കേസെടുക്കാത്തത് എന്തുകൊണ്ട്, അതിനെ ഒന്ന് പഠിച്ച് അതിനനുസരിച്ച് ഒരു കേസെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിലും കൊടുക്കണം. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ നിലവില് ഞാൻ ചെയ്യാൻ പോകുന്നു. ഇത് വളരെയേറെ പ്രതീക്ഷയിലാണ്. UDF സർക്കാർ തന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തനിക്ക് ജീവിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരും എന്ന പ്രതീക്ഷയിലാണ് യദു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.